2025 ഫെബ്രുവരി 1 ബജറ്റ് പ്രഖ്യാപനത്തോടെ ആദായ നികുതി ഘടനയിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 12,75,000 രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് പുതിയ ആദായ നികുതി രീതിയിൽ നികുതി അടയ്ക്കേണ്ടതില്ല. എന്നാൽ വരുമാനം ഈ പരിധി കടന്നാൽ പുതിയ സ്ലാബ് അനുസരിച്ച് മുഴുവൻ തുകയ്ക്കും നികുതി നൽകണം. തുടങ്ങി വിവിധങ്ങളായ മാധ്യമങ്ങളിൽ വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന മധ്യവർഗമാകട്ടെ പല വാർത്തകളും കേട്ട് കൺഫ്യൂഷനിലുമാണ്. പുതിയ ഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വടക്കാഞ്ചേരി സ്വദേശിയും ചാർട്ടേഡ് അക്കൗണ്ടന്റും ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ബ്രാഞ്ച് ചെയർമാനുമായ CA അനൂപ് ഫ്രാൻസിസ് ലളിതമായി വിശദീകരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻകം ടാക്സ് നിയമത്തിലെ 12 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ നികുതി വരുന്നുള്ളൂ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെയധികം കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ഈ 12 ലക്ഷം നികുതി സമ്പ്രദായം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചെറിയ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അനൂപ് ഫ്രാൻസിസ്. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. തൃശ്ശൂർ ICAയുടെ കറന്റ് ചെയർമാനും കൂടെയാണ്. നമുക്ക് 12 ലക്ഷം എന്നുള്ളൊരു ലിമിറ്റ് വരുമ്പോൾ സാധാരണഗതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ബാധ്യതയില്ലാത്ത ഒരു ഇൻകമായി കണക്കാക്കിയിരുന്നത് കഴിഞ്ഞ കൊല്ലം വരെ അത് പുതിയ സ്കീമിൽ 3 ലക്ഷം രൂപയായിരുന്നു. അത് ഈ തവണത്തെ ബഡ്ജറ്റിൽ 4 ലക്ഷം രൂപയെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന 7 ലക്ഷം വരെ ഉള്ള ഇൻകം ഉള്ള ആളുകൾക്ക് നികുതി അടയ്ക്കേണ്ട എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നത് ഈ തവണ അത് 12 ലക്ഷമായി ഉയർത്തുക എന്നതുവഴി വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് എല്ലാ നികുതിദായകർക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നേക്കാം, എന്തുകൊണ്ടാണ് പിന്നെ 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെയും 8 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയുള്ള 2 സ്ലാബുകൾ ഉണ്ടായിരിക്കുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് വെച്ച് നമുക്കുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഈ റിബേറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഇൻകം ടാക്സ് സെക്ഷൻ 87A പ്രകാരമുള്ള റിബേറ്റ് പ്രകാരമാണ് നമുക്ക് ഈ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ എമൗണ്ട് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഈ 87A റിബേറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 12 ലാക്സ് വരെ നമുക്ക് ടാക്സ് അടയ്ക്കാതെ തന്നെ ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യണം, റിബേറ്റ് ക്ലെയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ സ്ലാബ് എന്നുള്ള ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരമാണ്, 12 ലാക്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അപ് ടു 12 ലാക്സ് എങ്ങനെ ഇൻകം ടാക്സ് ചെയ്യണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ലാബ് വന്നിരിക്കുന്നത്. 1 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് എന്താണെങ്കിലും ഈ ടാക്സ് സ്ലാബിൽ ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള എല്ലാ ആൾക്കാർക്കും ഈ ടാക്സ് സ്ലാബിൽ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് റിബേറ്റിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ആൾക്ക് ടാക്സ് അടയ്ക്കാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഇതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സാമ്പത്തിക വിദഗ്ധരുടെയും മറ്റു ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെയും ICAയുടെയും എക്സ്പെക്റ്റേഷൻ പ്രകാരം ഒരു 10 ലക്ഷം രൂപ വരെയാണ് നമ്മൾ ഈ ലിമിറ്റായിട്ട് മാക്സിമം വിചാരിച്ചിരുന്നത്. 12 ലക്ഷം എന്നുള്ളത് വലിയൊരു എമൗണ്ട് തന്നെയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഈ 12 ലക്ഷം വരുമ്പോൾ എന്താണ് എക്കോണമിക്ക് സംഭവിക്കുന്നത്? ഏകദേശം 1 കോടി ടാക്സ് പേയേഴ്സാണ് ഈ ടാക്സ് സ്ലാബിൽ വരുന്നത്. സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ ഈ 1 കോടി ടാക്സ് പേയേഴ്സ് ഈ 12 ലക്ഷം വരെയുള്ള സ്ലാബിൽ റിട്ടേൺ ഫയൽ ചെയ്തിരുന്നു. ടോട്ടലി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 8.35 കോടി ITR ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്ന അപ് ടു 24 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 1,10,000-നും 1,20,000-നും ഇടയിലുള്ള ഒരു ഇൻകം ഡെഫിനറ്റായിട്ട് അയാളുടെ കയ്യിൽ അഡീഷണലി സേവിങ്സ് വരും. ടാക്സ് അടച്ചുകൊണ്ടിരുന്ന പൈസ അയാൾക്ക് സേവിങ്സ് വരും. ഈ എൻറ്റയർ എമൗണ്ട് എക്കോണമിയിലേക്ക് ഫ്ലഷ് ചെയ്യുമെന്നാണ് ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത്. ഈ എമൗണ്ട് ഫ്ലഷ് ചെയ്യുക വഴി എന്താണ് നമുക്കുണ്ടാവുക? നമ്മുടെ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റത്തിലേക്ക് ഇത് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. CBDT ഇറക്കിയ റീസെൻറ്റ് ഒരു ഗൈഡ് ലൈൻ പ്രകാരം, ഒരു FAQ പ്രകാരം ഏകദേശം 1 ലക്ഷം കോടി രൂപയോളമാണ് എക്കോണമിയിലേക്ക് അഡീഷണലായി ഈ സംഖ്യ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു സംഖ്യ എക്കോണമിയിലേക്ക് വരുമ്പോൾ എന്താണെങ്കിലും നമുക്ക് വലിയ ഒരു മുന്നേറ്റം അതുവഴി ഉണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കാനാവും. ഒരു വ്യക്തി 24 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് 1,20,000 അഡീഷണൽ സേവ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഓൾറെഡി അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ഒരു എമൗണ്ടാണ്. ആ സംഖ്യ ഡെഫിനറ്റായിട്ട് സേവിങ്സിനേക്കാൾ ഉപരി അത് പണത്തിൻ്റെ വിനിയോഗത്തിനായി, അതായത് എക്സ്പെൻഡിച്ചർ ആയിട്ടായിരിക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ എല്ലാ ഒരു സാമ്പത്തിക അനലിസ്റ്റുകളുടെയും ഒരു കണ്ടെത്തൽ. അതുതന്നെയാണ് ഈ ഒരു ചേഞ്ചിനുള്ള മെയിൻ കാരണമായിട്ട് ഗവൺമെൻറ് ഇന്നലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച
രാഷ്ട്രീയവും ഇതിൽ കലർന്നതാണ്. ഡെഫിനറ്റായിട്ട് മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് 12 ലക്ഷം വരെയുള്ള ആൾക്കാരായിട്ട് കണക്കാക്കുന്നത്, ഗവൺമെൻറ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരാണ് അതിൽ വരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് അടുത്ത് നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പും ഇതിനോടനുബന്ധിച്ച് വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പും അവർക്ക് എന്താണെങ്കിലും ഈ ഒരു കാരണം കൊണ്ട് ബെനിഫിറ്റ് കിട്ടുമെന്നും കൂടെ ഗവൺമെൻറ് ഇതിൽ ചിന്തിച്ചിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ തീരുമാനം വഴി വലിയൊരു സംഖ്യ നമുക്ക് എക്കോണമിയിലേക്ക് വരാനും മൊത്തത്തിലുള്ള ബിസിനസ്സിന് അത് ബൂസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ഈ 12 lakhs ഒരു ഗിമിക്സ് ആണ്, അതിൽ വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല എന്നുള്ളത്. പക്ഷേ ഡെഫിനറ്റായിട്ട് ഒരു അനലിസ്റ്റ് എന്ന നിലയിൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എന്ന നിലയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ CBDTയുടെ ഒരു FAQ ഇപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ് ടു 1 lakh തൊട്ട് 25 lakhs വരെയുള്ള ഇൻകം ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് പുതിയ സ്കീമും പഴയ സ്കീമും തമ്മിൽ എത്ര വ്യത്യാസം വരും എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 12 ലക്ഷം വരെ ഒരു വ്യക്തി 60,000 തൊട്ട് 80,000 രൂപ ഒരു കൊല്ലം ടാക്സ് അടച്ചിരുന്നത് 0 ആയിട്ട് മാറുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതെന്തായാലും ഒരു നല്ല ഡിസിഷനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള ടാക്സ് പേയേഴ്സിന് ഇതിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. കമ്പനികൾക്കാണെങ്കിലും പാർട്ട്ണർഷിപ്പിനാണെങ്കിലും വേറെ ചേഞ്ചസ് ഇല്ല. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന വരുമാനത്തിന് ഇൻഡിവിജ്വൽ കൊടുക്കുന്ന ടാക്സിനും ഡിഫറൻസ് വന്നു. പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ പാർട്ട്ണർക്ക് എടുക്കാവുന്ന സാലറിയുടെ എമൗണ്ടിലും ഈ ബെനിഫിറ്റ് വ്യത്യാസം വരുമ്പോൾ അയാളുടെ ഇൻഡിവിജ്വൽ ടാക്സ് ലയബിലിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. വളരെ TDS റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ബെനിഫിറ്റ്സും നമുക്കിതിൽ വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് സീനിയർ സിറ്റിസൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. അതൊരു വെൽക്കമിങ് മൂവാണ്. നമ്മുടെ റെൻറ്റ് കൊടുത്തിരുന്നതിന് മാക്സിമം 20,000 രൂപ വരെ ആയിരുന്നു നമുക്ക് ഇതുവരെയുള്ള എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നത്. അതിന് മുകളിലാണെങ്കിൽ നമ്മൾ TDS പിടിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോഴുള്ള നിയമങ്ങളിലും ഇപ്പോഴുള്ള നാട്ടിലെ വാടകയും നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ നിയമപ്രകാരം പുതിയ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 50,000 രൂപയാണ്. അതുവഴി ഒരു 6 ലക്ഷം രൂപയുള്ള ട്രാൻസാക്ഷൻസ് റെൻറ്റ് TDS പിടിക്കേണ്ടത് നമുക്ക് കിട്ടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്. പല രീതിയിലുള്ള പല ഉന്നമനങ്ങളും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അവർ പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ അവർ ഒരു ഡീറ്റെയിൽഡ് പുതിയ ഒരു നിയമം ഇൻകം ടാക്സ് ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പുതിയ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഭാരത് നിയമ സംഹിത പോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 1961 ഇൻകം ടാക്സ് ആക്ട് ആണ്. അതിൽ ഓരോ ബഡ്ജറ്റിലും അമെൻമെൻറ്റ് വന്നുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലഘൂകരിച്ച് സാധാരണക്കാർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റായിട്ട് അടുത്ത ആഴ്ച അത് പ്രസൻറ്റ് ചെയ്യുമെന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഈ പുതിയ നിയമത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൽ ചേഞ്ചസ് വരുന്നത് എന്നുള്ളത്. ഈ ബഡ്ജറ്റ് സ്പീച്ചിലാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത്. അതിനോടനുബന്ധിച്ച് ഇതിൽ GSTയിൽ വന്നിട്ടുള്ള 2 നിയമങ്ങളെക്കുറിച്ച് എനിക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ GSTയിൽ വന്ന ഒരു മേജർ നിയമം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഒരു ഡിസ്ട്രിബ്യൂട്ടർ അയാളുടെ സാധനങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ GST റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആരാണോ റിട്ടേൺ ചെയ്യുന്ന ആൾ അയാളും കൂടെ റിട്ടേണിൽ അതിൻ്റെ പൈസ റിവേഴ്സ് ചെയ്താൽ മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്നുള്ളൊരു പുതിയ നിയമം ഈ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ഡിസ്ട്രിബ്യൂട്ടർ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ടോ നമ്മുടെ ബാക്കി വ്യക്തികൾ ആരെങ്കിലും ഫയൽ ചെയ്യാത്തതുകൊണ്ടോ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനോടുകൂടെ തന്നെ ഈ റിട്ടേണിൻ്റെ കൂടെ എമൗണ്ട് വരുമ്പോൾ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്കേജിന് അഡീഷണൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെനാൽറ്റി നിയമത്തിലും ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇൻകം ടാക്സിലെ നിയമത്തിൽ പറയുന്നതിന് അനുബന്ധിച്ച് തന്നെ GSTയിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്ത സിറ്റുവേഷനിൽ ടാക്സ് എമൗണ്ട് ഇല്ല, പെനാൽറ്റി മാത്രമാണെങ്കിൽ ആദ്യകാലങ്ങളിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് അപ്പീൽ ഫീസ് ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തവണ തൊട്ട് അപ്പീൽ ഫീസിന് നമ്മൾ 10% പെനാൽറ്റിയുടെ കോഷൻ ഡെപ്പോസിറ്റും കൂടെ പ്രീ ഡെപ്പോസിറ്റ് കൂടെ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന് അപ്പീലിന് പോകാൻ പറ്റുള്ളൂ. ഈ 2 നിയമങ്ങളും അതിന് അത്രയും നല്ല രീതിയിലല്ല അതിന് എക്കോണമിക്ക് ഉണ്ടാക്കുക. ബിസിനസ്സുകാർക്ക് അത് എന്തായാലും ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു അഡീഷണൽ ബേർഡൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൈസ കൂടുതൽ ഔട്ട്ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയും GSTയിലുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും സൂക്ഷിച്ച സഫാരി റിട്രീസിൻ്റെ വിധിയെ അവരെ മുൻകാല പ്രാബല്യത്തോടു കൂടി പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനത്തെ രീതിയിലുള്ള ഇതിന് നമുക്ക് ഇൻപുട്ടിൻ്റെ ITC എടുക്കാൻ പറ്റാത്ത രീതിയിലും GSTയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ആക്ടിലെ ഈ നിയമം ഡെഫിനറ്റായിട്ടും സാധാരണക്കാർക്ക് ഇത് ബെനിഫിഷ്യൽ തന്നെയായിരിക്കും, ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ സ്ലാബ് അനുസരിച്ച് 0 മുതൽ 4 ലക്ഷം വരെയുള്ള ആൾക്കാർ പുതിയ റെജീമിലാണെങ്കിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക്
ഇൻകം ടാക്സിൻ്റെ യാതൊരുവിധ കാര്യങ്ങളിലേക്കും നോക്കേണ്ട ആവശ്യമില്ല. ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്ത ട്രാൻസാക്ഷൻ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അവർ റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയായിരിക്കും. 4 മുതൽ 8 വരെ അടുത്ത സ്ലാബ് ആയിരിക്കും. 8 മുതൽ 12 വരെ 10% സ്ലാബ്, 12 മുതൽ 16 വരെ, 16 to 20, 20 to 24. 15 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടായിരുന്ന ആൾക്ക് 30% ടാക്സ് എന്നിൽ നിന്ന് വിട്ട് 24 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക് കുറഞ്ഞ സ്ലാബിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ബഡ്ജറ്റിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഡെഫിനറ്റായിട്ട് അഡീഷണൽ ബെനിഫിറ്റ് തന്നെയാണ് ഒരു ടാക്സ് പെയർ എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടാവുക. ആ പൈസ ഒരു 60,000 രൂപ മുതൽ 1,10,000 രൂപ വരെയുള്ള ഒരു അഡീഷണൽ ഇൻകം ഓരോ വ്യക്തികളുടെ പോക്കറ്റിലും ഈ ബഡ്ജറ്റ് കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇതൊരു വളരെ വെൽക്കമിങ് ഡിസിഷനാണ്. എക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ ഇത് തീർച്ചയായും ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.